ഹലോ ഗൈസ്, അപ്പോൾ ഉത്രാടത്തലേന്നുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നതൊക്കെ. നമുക്ക് അച്ഛൻ്റെ ഒരു ഡാൻസും പാട്ടും കണ്ടാലോ? ഇല്ല, ഇത് സാമ്പാർ കൂട്ട്, ഇത് ഉപ്പേരി, എന്താണ് കൂട്ടുകറി, കൂട്ടരി, ആവിയിൽ ഇത് ഞങ്ങൾ ഉള്ളി കഷ്ണം പറയും, ഇതിനകത്ത് സാധനം വെണ്ടക്കാണ്ട്, ഇത് സാമ്പാർ കടാളാണ്. ഇതാണ് തലേന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ പണിയെടുക്കുക. ഇതുപോലെയാണ് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊക്കെ ഞങ്ങൾ ഓണസദ്യ ഉണ്ടാക്കല്. അതോ ഐറ്റംസാണ്, പേരിട്ടില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കുന്നത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് തലേ ദിവസത്തെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങൾ വിഭവങ്ങൾക്കുള്ള അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുലർച്ചെ ഒരു 4:45 ആയപ്പോഴാണ് ഞാനൊന്ന് കിടക്കുന്നത്. അമ്മ അപ്പോഴും ഇറങ്ങിയിട്ടില്ല. അച്ഛനും ചേട്ടന് ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നു. ചേട്ടൻ അവിടെ നിന്ന് പോസൊക്കെ ചെയ്യുന്നുണ്ട്. നട്ടപ്പാലേക്ക് നീച്ച് വന്നിട്ടാണ് അതൊക്കെ. പിന്നെ രാവിലെ ഞാൻ പുറപ്പെട്ടു. രാവിലെ ദോശയും സാമ്പാറായിരുന്നു. സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കുമല്ലോ, സദ്യയാണ് സാമ്പാർ. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അടപ്പായസമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് നോക്കി പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അച്ഛനൊരു ഡാൻസ് ഉണ്ട്, നോക്കിക്കോളി. പിന്നെ വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നു. ഏട്ടന്മാരും എടുത്തിമ്മമാരും കുട്ടികളും വല്യച്ഛനും വല്യമ്മ അങ്ങനെ എല്ലാവരും വന്നു. അവരൊക്കെയാണത്. ചെക്കൻ്റെ തലയിലൊക്കെ DK എന്നൊക്കെ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്തല്ലേ ഇപ്പോഴത്തെ കുട്ടികൾ കൊള്ളാം. പിന്നെ വല്യച്ഛൻ എന്തോ കാര്യമായിട്ട് കഴിയുമ്പോൾ നോക്കണമൊക്കെ ഉണ്ട്. അതിന് ശേഷം അമ്മായിൻ്റെ എല്ലാവരും അവിടുന്ന്. പിന്നെ എവിടെ ക്യാമറ ഉണ്ടായാലും അവിടെ പൊന്തി വരുന്നൊരായിട്ടുണ്ട്. ഇപ്പം കാണിച്ചില്ല, അതായിരുന്നു ഇതന്നെ. പിന്നെ അത് ഏട്ടന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിച്ച് സൊറയൊക്കെ പറഞ്ഞ് പിന്നെ ഓരോരുത്തരും സദ്യയിലേക്കുള്ള പ്രിപ്പറേഷൻസിലായിരുന്നു. അങ്ങനെ ഓരോന്നെടുത്ത് അങ്ങനെ എന്ത് ഐറ്റം എന്നൊന്നും എനിക്ക് പേരൊന്നും അറിയില്ല. ഓരോന്നും ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളതിങ്ങനെ കാണുന്നു, വീഡിയോ എടുക്കുന്നു, മേശയുമ്പോൾ കൊണ്ടുവയ്ക്കുന്നു, അത്ര തന്നെ. അപ്പോൾ വല്യമ്മ അവിടെ പപ്പടം കാച്ചുന്നുണ്ട്. എടുത്ത് മയിലയും കൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വിനീതേട്ട സാധനങ്ങളും കൊണ്ട് പോകുന്നുണ്ട്. വെറും പട്ടിഷോ. പിന്നെ അതാ ബാക്കി സാധനങ്ങളൊക്കെ അതാ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കഴിക്കാനിരുന്നു. ഓക്കെ, പിന്നെ ബാക്കി ഐറ്റംസ് ഇനിയും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഉപ്പേരി, ചോറ്, വറവ്, സാമ്പാർ, രസം, പഴം, അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഫസ്റ്റ് ട്രിപ്പ് വരുന്ന ആൾക്കാർ. കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇതാ മോരൊക്കെ ഒഴിച്ച് കഴിക്കുന്നുണ്ട് എൻ്റെ അമ്മായി. ഓക്കെ, പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഇരുന്നു. ഇതാണ് കേട്ടോ പായസം, അടപ്പായസം. സെക്കൻഡ് ട്രിപ്പ് ഇരുന്നു. എല്ലാവരും ക്യാമറ വന്നപ്പോൾ നല്ല ചിരിയൊക്കെ ചിരിച്ചിരുന്നുണ്ട്. ഇരിക്കുന്നതിൽ ഒരാൾ എൻ്റെ മാമയും പിന്നെ ബാക്കി 2 ആൾക്കാർ അച്ഛൻ്റെ ഫ്രണ്ട്സുമാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള ഞാൻ കഴിക്കാനിരുന്നു ഗൈസ്. ഈ പ്രൗഡിയൊന്നും നോക്കണ്ട കേട്ടോ. ഞാൻ ക്യാമറ കൊണ്ടാണ് ഇത്ര ഡീസൻ്റായിട്ട് കഴിക്കുന്നത്. എൻ്റെ തീറ്റങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ. ഞാൻ നല്ല തീറ്റയാണ്. ഇവരൊക്കെ കഴിക്കുന്നുണ്ട് ഒരാഴ്ച പട്ടിണി കിടന്ന് കഴിക്കുന്ന പോലെയല്ലേ ഗൈസ്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കി നോക്ക്. നല്ല തീറ്റ ഓരയിലേക്കൊക്കെ നോക്കി നോക്ക്. വെട്ടി വിഴുങ്ങാണ്. മറ്റേതിൽ പറയുന്ന പോലെ നക്കി തിന്നാണല്ലേ, നക്കിയേ നുള്ളി ഇപ്പം കടിക്കുമ്പോൾ അപ്പോഴും എന്താണ് കടി. ഈ കാണുന്നത് അച്ഛൻ്റെ വേറെ 3 ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഓക്കെ, പിന്നെ കാണുന്നതാണ് ഞങ്ങൾ അടുത്ത വീട്ടിലത്തെ ചേച്ചിയാണ്, രമ്യ ചേച്ചി. ഓക്കെ, അങ്ങനെ അതോടുകൂടി ഞങ്ങൾ ഉത്രാടം കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ ഓക്കെ, ബായ്.